ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീട്രൂട്ട് വെച്ച് ഒരു വൈൻ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇത് ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കത് ചെറുതായിട്ട് ഒന്ന് അരിയാം. എന്നിട്ടത് കുക്കറിലൊക്കെ ഒന്ന് വേവിക്കുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതിനായിട്ട് ബീട്രൂട്ട് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കനത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടത് നാരങ്ങ, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പിന്നെ ഇഞ്ചിയാണ്. ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇത്രയും മതി. ഇത് നമുക്ക് ചതച്ച് വേണം എടുക്കാനായിട്ട്. ഞാനിത് കുക്കറിലേക്ക് ഇട്ടു. ഇനി ആവശ്യത്തിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇടുന്നു. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നു. കുരു കളഞ്ഞിട്ട് വേണം. ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിച്ച വെള്ളം, ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്കറിൽ ഒന്ന് അടിക്കാം. 2 വിസിൽ മതി. ഇപ്പം നമ്മൾ ബീട്രൂട്ട് കുക്കറിൽ നിന്ന് അതിൻ്റെ പ്രഷറെല്ലാം മാറ്റി അതിൻ്റെ ജ്യൂസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നീരെല്ലാം എടുത്ത് വെച്ചതാണിത്. ഇനി ഇതൊന്ന് ആറണം. ആ സമയത്തേക്ക് പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് എടുക്കണം. ഞാൻ 1 സ്പൂൺ ഇട്ടു. 2 സ്പൂൺ 2.5 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെപ്പോഴും ഉണങ്ങിയ പാത്രങ്ങൾ, ഉണങ്ങിയ സ്പൂണ് നമ്മളിത് ഒഴിച്ച് വയ്ക്കുന്ന ബോട്ടിലാണെങ്കിലും നന്നായിട്ട് ഉണങ്ങി ഫ്രഷ് ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാരയെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് സമയം ഒന്ന് തണുക്കാനായിട്ട് വെക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ആവശ്യം മധുരം അനുസരിച്ച് ഉപയോഗിക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് ഉള്ള ഒരു ഈസ്റ്റാണ് ഇട്ടേക്കുന്നത്. നമുക്കിത് 3 ദിവസം അതിൽ കൂടുതലായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ തന്നെ അരിഞ്ഞു പൊക്കോളും. നമുക്കൊരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റാം. നല്ല ഉറപ്പുള്ള കുപ്പിയിൽ നമുക്ക് 3 ദിവസമാണെങ്കിലും എടുക്കുന്ന ദിവസം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ വൈകിട്ടല്ലേ വെച്ചേക്കുന്നത്. നാളെ വൈകിട്ടത്തേക്ക് പിന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1-ാം ദിവസമാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഇതുണ്ടാക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ. അങ്ങനെ നമ്മുടെ വൈനൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഞാനിതൊരു ഇതിലേക്ക് നല്ലൊരു ഇതിനകത്ത് ബോക്സിൽ ഇത് അടച്ച് വെച്ച് നാളെ ഈ സമയത്തേക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പ്രസ്സുകളിൽ നമ്മുടെ 3-ാമത്തെ ദിവസം നമ്മുടെ വൈൻ എടുത്തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇങ്ങനെ കാണിക്കാനായിട്ട് ഞാൻ ഒത്തിരി എടുത്തില്ല. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് വൈൻ റെഡി ആയിരിക്കുകയാണ്. വളരെ നല്ലതാണ്, വീര്യമുള്ളതാണ്. അപ്പം എല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കണം ഈ ക്രിസ്മസിന്. നല്ല സൂപ്പർ. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കണം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്.
എല്ലാവരും സന്തോഷപ്രദമായിരിക്കട്ടെ. എല്ലാവരും വീടുകളിൽ ഇതുപോലെ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ബൈ. പിന്നെ നമ്മുടെ ഈ വീര്യം കൂടിയ വീര്യം ഇനിയും കൂടണമെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ചേർത്താൽ മതി. ബീട്രൂട്ടിന് പ്രത്യേകിച്ച് മധുരമുള്ളതാണല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ദിവസമായി ഉപയോഗിച്ച് ഇളക്കി കൊടുത്തു. നമുക്കിനിയും മൂന്നാമത്തെ ദിവസം നമ്മൾ എടുത്തിരിക്കുവാണ്. നിങ്ങൾക്കായിട്ട് പറയാനായിട്ട് എടുത്തതാണ്. ഇത് നമ്മൾ വീണ്ടും അടച്ചു വെക്കും. ദിവസങ്ങൾ കഴിയും തോറും ഇതിന് വീര്യം കൂടി വരും. ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. സാധാരണ വൈനൊക്കെ ലേശേ കുടിക്കുള്ളല്ലോ, അത്രയും. പിന്നെയും വീര്യം ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതുപോലെ ഉണ്ടാക്കണം. ബൈ. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണിത്.